എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ജൂലൈ 7-8 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ HSA നാച്ചുറൽ സയൻസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാം എന്നതിന് വേണ്ടിയിട്ട് ടാലന്റ് നിങ്ങൾക്കായിട്ടൊരു കംപ്ലീറ്റ് പാക്കേജ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള 2 വോളിയങ്ങളായിട്ടുള്ള HSA നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിനൊപ്പം തന്നെ 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ 30 സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം, അതായത് 2500ഓളം ചോദ്യങ്ങൾ വരുന്ന 30 സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം, ഇനി അതിനൊപ്പം തന്നെ 10 മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 899 രൂപയ്ക്ക് ഈ റാങ്ക് ഫെയിൽ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഈ റാങ്ക് ഫെയിൽ സ്വന്തമാക്കാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ SSC MTS നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ വളരെ വിശാലമായിട്ട് സമയം ബാക്കിയുണ്ട്. കാരണം ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി 24/7/2025 ആണ്. ഇനി അതുപോലെ തന്നെ എക്സാമിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 20 സെപ്റ്റംബറിനും അതുപോലെ തന്നെ 24 ഒക്ടോബറിനും ഇടയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കാര്യമായ സമയം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് SSC MTS റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആസ്പദമാക്കി സിലബസ് അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 399 രൂപയ്ക്ക് ഈ റാങ്ക് ഫെയിൽ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ veranda.talentkerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പൊതുവെ 2025-26 ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് അല്ലേ. അതായത് നോട്ടിഫിക്കേഷൻസ് കുറച്ചധികം വരാനുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ബെബ്കോ LDC, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇനി അതുപോലെ തന്നെ HSA എക്സാമുകളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ഈ PSC എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദി, കാരണം ഇതിനു മുൻപ് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു വേദി കൂടിയാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? അത് തൃശ്ശൂരാണെന്നുള്ള കാര്യം ഓർക്കുക. എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ എന്താണ്, കായികമേളയുടെയും അതുപോലെ തന്നെ ശാസ്ത്രമേളയുടെയും വേദി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതുകൂടി ഒന്ന് ഓർത്തു പോവാം. അപ്പോൾ എന്താണ്, കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കായികമേളയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ചാണ് എന്ത് നടക്കുന്നത്? കായികമേള നടക്കുന്നത്. ഇനി ശാസ്ത്രമേള, ഇതാണ് ശാസ്ത്രമേള എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? പാലക്കാട്. എവിടെയാണ്? പാലക്കാടാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. 2025-26 അധ്യയന വർഷത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അതിൽ ആദ്യം പറഞ്ഞത് സ്കൂൾ കലോത്സവമാണ്. എവിടെ വെച്ച്? തൃശ്ശൂർ വെച്ചാണ് നടക്കുന്നത്. ഇനി കായികമേളയാണെങ്കിലോ അത് തിരുവനന്തപുരത്ത്, ശാസ്ത്രമേളയാണെങ്കിലോ അത് പാലക്കാട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ 2025-26 അധ്യയന വർഷത്തെ കലോത്സവം പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ വർഷത്തെ, അതായത് 2024-25 അധ്യയന വർഷത്തെ എന്താണ് ആ ഒരു സ്കൂൾ കലോത്സവത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാം. വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമായിരുന്നു. ഇനി ജേതാക്കൾ എന്ന് പറയുന്ന ആരാണ്? തൃശ്ശൂരായിരുന്നു. അപ്പോൾ വേദി കഴിഞ്ഞ തവണ തിരുവനന്തപുരവും ജേതാക്കൾ ആരുമായിരുന്നു? തൃശ്ശൂരുമായിരുന്നു. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അത് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് സജ്ജമായി കഴിഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് 2025 ജൂലൈ 15-നാണ്. എന്നാണ് ജൂലൈ 15-നാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. ഇനി ജൂലൈ 15 ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ്. എന്തെന്ന് പറയുന്നത്? ജൂലൈ 15. അപ്പോൾ വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ ആയിട്ടുള്ള ജൂലൈ 15-ന് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എന്ത് ചെയ്യും? ഉദ്ഘാടനം ചെയ്യും. അത് നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടിയ അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ജൂലൈ ആദ്യവാരം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് ഘാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി കിട്ടി. അതുപോലെ തന്നെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടേതാണ് പരമോന്നത ബഹുമതി കിട്ടി. ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? 2025 നരേന്ദ്രമോദിക്ക്
കീ ടു ദ സിറ്റി എന്ന് പറയുന്ന ബഹുമതി, അതായത് അർജന്റീനയിലെ ഒരു നഗരത്തിന്റെ ബഹുമതി, കീ ടു ദ സിറ്റി എന്ന് പറയുന്ന ബഹുമതി കിട്ടിയിരിക്കുകയാണ്. അത് ഏത് നഗരത്തിന്റെ? അത് ബ്യൂണസ് ഐറിസ്. ഏതാണ്? ബ്യൂണസ് ഐറിസ്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് എന്ന് പറയുന്ന നഗരത്തിന്റെ കീ ടു ദ സിറ്റി എന്ന് പറയുന്ന ബഹുമതി നൽകി എന്ത് ചെയ്തിരിക്കുന്നു? നരേന്ദ്രമോദിയെ ആദരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ആദ്യവാരം നടക്കുന്ന ഇദ്ദേഹത്തിന്റെ ഈ ഒരു വിദേശ സന്ദർശന വേളയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിക്സ് ഉച്ചകോടിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് മറ്റൊരു അംഗീകാരമാണ്. അതായത് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ എന്ന് പറയുന്ന അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ എന്ന് പറയുന്ന അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? ദീപിക പദുക്കോൺ. ആരാണ്? ദീപിക പദുക്കോൺ ആണ്. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഈ പറയുന്ന ദീപിക പദുക്കോണുമായി ബന്ധപ്പെട്ട രണ്ട് പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2022 നടന്ന ഫിഫ വേൾഡ് കപ്പ് നമുക്കറിയാം അല്ലെ, ഖത്തറിലാണ് നടന്നത് അല്ലെ. അപ്പോൾ ഖത്തറിൽ നടന്ന ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ ട്രോഫി അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആരാ? ഈ പറയുന്ന ദീപിക പദുക്കോൺ. അതായത് ഫിഫ വേൾഡ് കപ്പിന്റെ ട്രോഫി അനാച്ഛാദന ചടങ്ങിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് ആരെന്ന് പറയുന്നത്? ദീപിക പദുക്കോൺ. അത് 2022 ഇനി അതുപോലെ തന്നെ 2023 ഓസ്കാർ അവാർഡ്സിന്റെ അവതാരകരിൽ ഒരാളും ആരായിരുന്നു? ഈ ദീപിക പദുക്കോൺ ആയിരുന്നു. സോ അതുകൂടി ഓർക്കുക. ഇപ്പോൾ എന്താണ്? ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നു. ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ എന്ന് പറയുന്ന അംഗീകാരം. ഈ നേട്ടം സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടിയാണ് ആരെന്ന് പറയുന്നത്? ദീപിക പദുക്കോൺ. അതുകൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അല്ലെ? ഗുജറാത്തിലാണ്. എവിടെയാണ്? ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്. അതിന്റെ പേരെന്ന് പറയുന്നത് എന്താണ്? ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം. ഏതാണ്? ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം എന്നാണ് ഈ ഒരു സർവകലാശാലയുടെ പേര്. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്ത് ചെയ്തിരിക്കുന്നു? തറക്കല്ലിട്ടിരിക്കുകയാണ്. അപ്പോൾ ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ്. ആരാണ് തറക്കല്ലിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായാണ്. ആരാണ്? അമിത്ഷായാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അമിത്ഷാ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആഭ്യന്തരം, ഇനി അതുപോലെ തന്നെ സഹകരണ വകുപ്പ്. അപ്പൊ എന്തൊക്കെയാണ്? ആഭ്യന്തരം, സഹകരണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? അമിത്ഷാ. അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് സഹകരണ സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടിരിക്കുന്നത്. ഇനി അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് എന്ത് ചെയ്യുന്നത്? അത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് QR അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ആരംഭിച്ച നഗരം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് QR അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ആരംഭിച്ച നഗരം ഏതാണ്? അത് ഇൻഡോർ. ഏതാണ്? ഇൻഡോർ ആണ്. ഇൻഡോർ എന്ന് പറയുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലെ. അപ്പോൾ ആ ഇൻഡോറിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് QR അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം എന്ത് ചെയ്ത ആരംഭിച്ചത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓൾറെഡി തന്നെയുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഇപ്പോൾ വീണ്ടും വാർത്തകളിലൊക്കെ നിറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഓപ്പറേഷന്റെ പേര് ഇതാണ്, ഓപ്പറേഷൻ മെഡ് മാക്സ്. എന്താണ്? ഓപ്പറേഷൻ മെഡ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാനായിട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഓപ്പറേഷൻ മെഡ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാനായിട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷനാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ മെഡ് മാക്സ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി ഒന്ന് ചർച്ച ചെയ്തു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എലോൺ മസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എന്താണ് വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? എലോൺ മസ്ക്. സ്പേസ് എക്സ്, ടെസ്ല എന്നിവയുടെയൊക്കെ CEO ആണ്. ഇനി അതുപോലെ തന്നെ അമേരിക്കയുടെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മുൻ തലവനൊക്കെ ആയിരുന്നു ആരെന്ന് പറയുന്നത്? എലോൺ മസ്ക്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് ദി അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ദി അമേരിക്കൻ പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത് ആരാണ്? എലോൺ മസ്ക് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ അമേരിക്കയിൽ രൂപീകരിച്ചൊരു പാർട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അമേരിക്ക ഭരിക്കുന്നത് ആരാണ്? ട്രംപ് ആണ് അല്ലേ. അപ്പോൾ അദ്ദേഹം ഏത് പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നത്? റിപ്പബ്ലിക്കൻ പാർട്ടി. ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടി. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ട്രംപിന്റെ പാർട്ടി ഏതാണ്? റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. ഇപ്പോൾ എലോൺ മസ്ക് രൂപീകരിച്ച പാർട്ടി ഏതാണ്? ദി അമേരിക്കൻ പാർട്ടി. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? അപ്പോൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം 2021 മുതൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ 2021 മുതൽ ആരാണ്? താലിബാനാണ് എന്ത് ചെയ്യുന്നത്? അഫ്ഗാനിസ്ഥാൻ നിയന്ത്രിക്കുന്നത്. സോ ഈ ഒരു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? അത് റഷ്യ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു, താലിബാൻ പറഞ്ഞു, 2021 പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2021 ഈ ഒരു താലിബാന്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശ സമയത്ത് അവിടെ കുടുങ്ങിയ ഇന്ത്യക്കാരെയും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെയും തിരികെ എത്തിക്കാനായിട്ട് ഇന്ത്യ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഒരു രക്ഷാദൗത്യം നടത്തുകയുണ്ടായി. എന്തായിരുന്നു അതിന്റെ പേര്? ഓപ്പറേഷൻ ദേവി ശക്തി. എന്താണ്? ഓപ്പറേഷൻ ദേവി ശക്തി. അപ്പോൾ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഇതിനൊപ്പം ഒന്ന് നോട്ട് ചെയ്യുക. ദേവി ശക്തി എന്ന് പറയുന്നത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ഒരു ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദി എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ മിഷൻ പോസിബിൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ്? ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദി എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ മിഷൻ പോസിബിൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതായത് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് അവരയച്ച എന്താണ് പേടകം, നിക്സ് എന്ന് പറയുന്ന പേടകം എന്ത് ചെയ്തു? തകർന്ന് വീഴുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മിഷനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്? ഈ മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടം, അതായത് അവരുടെ ചിതാഭസ്മം കൊണ്ട് ബഹിരാകാശത്ത് പോയി അവിടെ നിന്ന് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ തിരിച്ചെത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് എന്ത് ചെയ്തു? ഇത് തകർന്നു വീഴുകയായിരുന്നു. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ഇത് വിക്ഷേപിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 ജൂൺ മാസം 23-ാം തീയതി ആയിരുന്നു. 2025 ജൂൺ 23-നാണ് ഈ പറയുന്ന എന്താണ് ഈ ഒരു മിഷൻ പോസിബിൾ എന്ന് പറയുന്ന ദൗത്യം അവർ എന്ത് ചെയ്താൽ വിക്ഷേപിച്ചത്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 നടന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ആരെന്നാണ്? അത് നീരജ് ചോപ്ര തന്നെയാണ്. നമുക്കറിയാം എന്താണ് നീരജ് ചോപ്രയുടെ പേര് നൽകി ഇന്ത്യയിൽ നടന്ന ഒരു രാജ്യാന്തര എന്താണ് ജാവലിൻ ത്രോ മത്സരമായിരുന്നു നീരജ് ചോപ്ര ക്ലാസിക് എന്ന് പറയുന്നത്. ആദ്യം വേദിയായിട്ട് നിശ്ചയിച്ചിരുന്നത് ഹരിയാന ആയിരുന്നെങ്കിലും പിന്നീട് എവിടേക്ക് മാറ്റി? ബാംഗ്ലൂരിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ അതിൽ കിരീടം നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ഏകദേശം 86.18 മീറ്റർ എറിഞ്ഞാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? കിരീടം നേടിയത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ 2025 ഇന്ത്യയിൽ വെച്ച് നടന്ന രാജ്യാന്തര ജാവലിൻ ത്രോ മത്സരമാണ് നീരജ് ചോപ്ര ക്ലാസിക് എന്ന് പറയുന്നത്. ആദ്യം വേദിയായിട്ട് നിശ്ചയിച്ചിരുന്നത് ഹരിയാന, പിന്നീട് എവിടേക്ക് മാറ്റി? ബാംഗ്ലൂരിലേക്ക് മാറ്റി. അതിൽ കിരീടം നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. നമുക്ക് അറിയാവുന്ന ഒരു പേരാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഒരു അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? ഈ പറയുന്ന വൈഭവ് സൂര്യവംശി തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഇതിന് മറ്റു ചില പ്രത്യേകതകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് എന്താണ്? IPL സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ തന്നെ IPL ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം, ഇതൊക്കെ ആര് തന്നെയാണ്? വൈഭവ് സൂര്യവംശി തന്നെയാണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എങ്കിലും എന്ത് ചെയ്യുക? ഒന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കേരള ക്രിക്കറ്റ് ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ താരലേലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ താരലേലം കഴിയുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഏറ്റവും വില കൂടിയ താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരള ക്രിക്കറ്റ് ലീഗിലെ ഏറ്റവും വില കൂടിയ താരം ആരാണ്? സഞ്ജു സാംസൺ. ആരാണ്? സഞ്ജു സാംസൺ ആണ്. വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇദ്ദേഹത്തെ 26.80. അപ്പോൾ 26.8 ലക്ഷത്തിനാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിനെ സ്വന്തമാക്കി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഒരു ടീമിന് ആകെ മുടക്കാൻ സാധിക്കുന്നത് 50 ലക്ഷമായിരുന്നു. അപ്പോൾ ഏകദേശം പകുതിയിൽ കൂടുതൽ പണവും മുടക്കി സഞ്ജു സാംസൺ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി ഏത് ടീമാണ് സ്വന്തമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഏതാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് സ്വന്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലേലം നടത്തിയത് ആരാണ്? അതായത് 2025 നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തിന്റെ ഓപ്ഷണർ അല്ലെങ്കിൽ ഈ ലേലം നടത്തിയത് ആരാണ്? അത് ചാരു ശർമ്മയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഒരു ലേലത്തിൽ ആകെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിറ്റുപോയ ആകെ 3 പേരേ ഉള്ളൂ. ഒന്ന് സഞ്ജു സാംസൺ ആണ്. ഇനി മറ്റൊന്ന് വിഷ്ണു വിനോദാണ്. ആരാണ്? വിഷ്ണു വിനോദാണ്. അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. വിഷ്ണു വിനോദാണ്. കാരണം കഴിഞ്ഞ IPL അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു?
ചെയ്തിട്ടുണ്ടായിരുന്നു? പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷ്ണു വിനോദ് ഏകദേശം 12.80, അപ്പോൾ എന്താണ് 12.8 ലക്ഷത്തിനാണ് എന്ത് ചെയ്തത് വിഷ്ണു വിനോദിനെ ഏരിയസ് കൊല്ലം സെയിലേഴ്സ് എന്ത് ചെയ്തത് സ്വന്തമാക്കിയത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വേണ്ടി രഞ്ജി കളിക്കുന്ന എന്താണ് വ്യക്തിയാണ് ജലജ് സക്സേന. അദ്ദേഹത്തെ ഈ ലേലത്തിൽ ഒരു ടീം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ആലപ്പി റിപ്പിൾസ് ആണ്. അദ്ദേഹത്തെ സ്വന്തമാക്കിയത് 12.4 ലക്ഷത്തിനാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരെന്നാണ്. അത് അമേരിക്ക ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി വേദിയും എവിടെ തന്നെയാണ്? അമേരിക്ക തന്നെയാണ്. അപ്പോൾ അമേരിക്ക നടന്ന എന്താണ് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് 2025 മെഡൽ ടേബിളിൽ ഒന്നാമത് അമേരിക്കയാണ്, രണ്ടാമത് ബ്രസീലാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ എന്താണ് ഇന്ത്യയാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് 2025-26 അധ്യയന വർഷത്തെ എന്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. കായികമേളയാണെങ്കിൽ തിരുവനന്തപുരവും, ശാസ്ത്രമേളയാണെങ്കിൽ എവിടെയാണ്? പാലക്കാടുമാണ്. അതിനുശേഷം പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. അതിനുശേഷം മോദിക്ക് കിട്ടിയ അംഗീകാരത്തെ പറ്റി പറഞ്ഞു, അതായത് അർജന്റീനയിലെ ബ്യൂണസ് ഐറസ് എന്ന് പറയുന്ന നഗരത്തിന്റെ കീ ടു ദ സിറ്റി എന്ന് പറയുന്ന ബഹുമതി എന്ത് ചെയ്തു? നരേന്ദ്രമോദിക്ക് നൽകി. ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അംഗീകാരം, അതായത് ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരാണ്? അത് ദീപിക പദുക്കോൺ. അതിനുശേഷം പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയാണ്, അതിന്റെ പേര് ത്രിഭുവൻ സഹകാരി വിശ്വവിദ്യാലയം, ഗുജറാത്തിലാണ്. അതിന്റെ തറക്കൽ എന്ത് ഇട്ടിരിക്കുകയാണ്. ഇനി അതിനുശേഷം പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ട് QR അധിഷ്ഠിത ഡിജിറ്റൽ ലെറ്റർ സിസ്റ്റം ആരംഭിച്ച നഗരം ഏതാണ്? ഇൻഡോർ ആണ്. ഇനി അതിനുശേഷം ഒരു ഓപ്പറേഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, അതായത് ഓപ്പറേഷൻ മെഡ്മാക്സ്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തെ പിടികൂടാനായിട്ട് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മെഡ്മാക്സ്. അതിനുശേഷം പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ എലോൺ മസ്ക് എന്ത് ചെയ്തിരിക്കുന്നു? ദി അമേരിക്കൻ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ്? അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇനി അതിനുശേഷം ഒരു ദൗത്യം പരാജയപ്പെട്ട കാര്യം പറഞ്ഞു, അതായത് ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദി എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ മിഷൻ പോസിബിൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ട കാര്യം പറഞ്ഞു, അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് 2025 ഇന്ത്യയിൽ വെച്ച് നടന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ. അതിൽ കിരീടം നേടിയത് ആരാണ്? നീരജ് ചോപ്ര തന്നെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞത് അണ്ടർ-19 ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ആരാണ്? വൈഭവ് സൂര്യവംശിയാണ്. ഇനി അതിനുശേഷം കേരള ക്രിക്കറ്റ് ലീഗ് താരലേലത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ലേലം നടത്തിയത് ചാരു ശർമ്മയാണെന്ന് പറഞ്ഞു. ലേലത്തിൽ ഏറ്റവും വില കൂടിയ താരം സഞ്ജു സാംസൺ ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2025 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ മെഡൽ ടേബിളിനെ പറ്റിയാണ്. ഒന്നാമതൊന്നത് അമേരിക്കയാണ്, വേദിയും അമേരിക്കയാണ്, ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്, അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയ F-35B യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാനായിട്ട് എത്തുന്ന വിമാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ C-130 ഹെർക്കുലീസ്, ഓപ്ഷൻ ബി ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ, ഓപ്ഷൻ സി ലോക്ക്ഫീഡ് C-5 ഗാലക്സി, ഓപ്ഷൻ ഡി എയർബസ് A400M അറ്റ്ലസ്. രണ്ടാമത്തെ ചോദ്യം, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടെത്താനായിട്ട് നിലവിൽ വന്ന AI സംവിധാനം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹരിത AI, ഓപ്ഷൻ ബി ശുചിത്വ AI, ഓപ്ഷൻ സി മുക്ത AI, ഓപ്ഷൻ ഡി വിമുക്തി AI. അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സുധാൻഷു മിത്തലാണ്. വളരെ കൃത്യമായിട്ട് ഓർക്കുക, ഇദ്ദേഹത്തെ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു? തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ അപൂർവ ധാതുക്കളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് ക്വാഡ് തുടക്കം കുറിച്ച സംരംഭം ഏതെന്നാണ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ മിനറൽ ഇനിഷ്യേറ്റീവ് എന്നാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും. 2025 ജൂലൈ 7-8 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.